നിലമ്പൂർ ആർക്കൊപ്പം നിൽക്കുമെന്ന് ഇന്നറിയാം. എൽഡിഎഫ് സ്ഥാനാർത്ഥി സിപിഐഎമ്മിലെ എം സ്വരാജും യുഡിഎഫിലെ ആര്യാടൻ ഷൌക്കത്തും എൻഡിഎയിലെ മോഹൻ ജോർജും സ്വതന്ത്രൻ പി വി അൻവറും തമ്മിലാണ് പ്രധാന മത്സരം. ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 8-ന് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങും. പോളിംഗ് ശതമാനം 75.87%. മലപ്പുറം ജില്ലാ പ്രതിനിധി എം സുരേഷ് ബാബുവിന്റെ റിപ്പോർട്ട്. ഒരു റൌണ്ടിൽ 14 ബൂത്തുകൾ എന്ന കണക്കിൽ 19 റൌണ്ടുകളായാണ് ആകെയുള്ള 263 ബൂത്തുകളിലെ 1,76,070 വോട്ടുകൾ എണ്ണുക. യുഡിഎഫിന് ലീഡ് പ്രതീക്ഷിക്കുന്ന വഴിക്കടവിലെ 46 ബൂത്തുകളെ തുടർന്ന് മൂത്തേടം, എടക്കര, പോത്തുകല്ല് പഞ്ചായത്തുകളിലൂടെ വോട്ടെണ്ണൽ പുരോഗമിക്കും. മൂത്തേടം, എടക്കര എന്നിവിടങ്ങളിൽ യുഡിഎഫ് പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ പോത്തുകല്ലിൽ എൽഡിഎഫ് ആണ് മുന്നിൽ വരാറുള്ളത്. ഈ 4 പഞ്ചായത്തുകളിലുമായുള്ള 126 ബൂത്തുകൾ, അതായത് 9ാം റൌണ്ട് പൂർത്തിയാകുമ്പോൾ നിലമ്പൂർ ആർക്കൊപ്പം എന്നതിന്റെ ഏകദേശ സൂചന ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ചുങ്കത്തറ, നിലമ്പൂർ മുനിസിപ്പാലിറ്റി, കരുളായി എന്നിവിടങ്ങളിലൂടെയാണ് അടുത്ത റൌണ്ടുകൾ മുന്നേറുന്നത്. ഇതിൽ ചുങ്കത്തറ യുഡിഎഫ് നേട്ടം പ്രതീക്ഷിക്കുമ്പോൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഒപ്പത്തിനൊപ്പവും കരുളായിൽ എൽഡിഎഫും ലീഡിലേക്ക് എത്തുമെന്നാണ് മുൻകാല കണക്കുകൾ പറയുന്നത്. അവസാനം എണ്ണുന്ന അമരമ്പലം തന്നെയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ജേതാവിനെ നിർണ്ണയിക്കുന്നതിൽ വഴിത്തിരിവാവുക. വോട്ടെണ്ണൽ 17 റൌണ്ട് പൂർത്തിയാക്കി അമരമ്പലത്തിലേക്ക് എത്തുമ്പോൾ വിജയം ഏറെക്കുറെ ഉറപ്പാക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയാണ് എൽഡിഎഫിനുള്ളത്. എന്നാൽ വഴിക്കടവ്, മൂത്തേടം, എടക്കര, ചുങ്കത്തറ, നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിൽ വലിയ രീതിയിൽ മുന്നേറ്റമാണ് യുഡിഎഫ് വിജയത്തിനാധാരമായി കണക്കാക്കുന്നത്. എൻഡിഎ സ്ഥാനാർത്ഥി പി വി അൻവറും നേടുന്ന വോട്ടുകൾ എല്ലായിടങ്ങളിലും നിർണായകമാകും. SBI ലൈഫ്, നമുക്കായി, നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി.